നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റ്. നാസിക്കിൽ നിന്നുള്ള ശുഭം ഖൈർനാർ എന്ന വിദ്യാർത്ഥിയാണ് അറസ്റ്റിലായത്. 10 ലക്ഷം രൂപയ്ക്കാണ് ചോദ്യപേപ്പർ വാങ്ങിയതെന്നാണ് കണ്ടെത്തൽ. 5 സംസ്ഥാനങ്ങളിലായി ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായത്. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI അന്വേഷണം തുടങ്ങി. ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ 9 പേരെ അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഈ മുഖ്യ സൂത്രധാരൻ സംശയിക്കുന്നയാൾ, അയാളുടെ പശ്ചാത്തലം എന്താണ്? എവിടെ നിന്നാണ് ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയത് എന്നതിലടക്കം ഒരു പ്രാഥമിക വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് CBI. ഇപ്പോൾ നാസിക്കിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ടെലഗ്രാമിലൂടെ ചോർന്ന ചോദ്യപേപ്പറിന് 10 ലക്ഷം രൂപ നൽകുകയും ഇത് പിന്നീട് പ്രചരിപ്പിക്കുകയും ചെയ്തത് ഈ വിദ്യാർത്ഥി എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. CBIയുടെ പല സംഘങ്ങളാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഇന്ന് ആണ് ഈ CBIക്ക് ഈ അന്വേഷണം കൈമാറുകയും ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 9 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതേസമയം 45ഓളം പേരെ ആ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ CBIയും വ്യക്തമാക്കുന്നു. നാസിക്കിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം എന്നതാണ് നിലവിൽ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇതിന്റെ മുഖ്യ സൂത്രധാരെന്ന് സംശയിക്കുന്ന മനീഷ് യാദവ് എന്ന ആളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇയാളുടെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായ ശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയൊരു ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന സംശയം കൂടി CBI പ്രകടിപ്പിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധത്തിന് കൂടി ആ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറെടുക്കുകയാണ്. കാരണം തുടർക്കഥയാണ്. നീറ്റിൽ നമുക്കറിയാം, കഴിഞ്ഞ 2024 സമാനമായ രീതിയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും പിന്നീട് പരീക്ഷകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ട്. അതായത് ബീഹാറിലാണെങ്കിൽ ഇത്തവണ രാജസ്ഥാനിലാണ് ഇത്തവണ ക്രമക്കേടുകൾ ആദ്യം കണ്ടെത്തിയത്. കൃത്യമായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ എവിടെ നിന്നാണ്, കൃത്യമായ പോയിന്റ് ഏതാണ്, എവിടെ നിന്ന് ചോർന്നു ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എന്ന് വ്യക്തമാവുകയുള്ളൂ. അന്വേഷണത്തിലേക്ക് CBI കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.